ജീവിതത്തിന്റെ അവസാന യാത്രയിൽ പ്രിയപ്പെട്ടവർ വിടവാങ്ങുമ്പോൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് തികച്ചും വ്യക്തിപരമായ ചില നിമിഷങ്ങളാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒരു പിടി കണ്ണീർ പങ്കുവെക്കാനും തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും ഓരോ കുടുംബവും ആഗ്രഹിക്കുന്നു. എന്നാൽ ആ നിമിഷങ്ങൾ പോലും ഇന്ന് ക്യാമറ കണ്ണുകൾക്ക് മുന്നിലെ റേറ്റിംഗ് വിഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തയുടെ വേഗതയ്ക്കും TRP റേറ്റിംഗിനുമുള്ള ഈ പരക്കം പാച്ചിലിൽ മനുഷ്യത്വത്തിന്റെ ഏറ്റവും ലളിതമായ നിയമങ്ങൾ പോലും നമ്മൾ ലംഘിക്കുകയാണോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാധ്യമത്തെക്കുറിച്ചല്ല, മറിച്ച് അതിനപ്പുറം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചാണ്. അടുത്തിടെ തമിഴ് സിനിമാ ലോകത്തെ നടുക്കിയ ആ മരണ വാർത്ത അതൊരു വലിയ ശൂന്യതയാണ് ഉണ്ടാക്കിയത്. ഭാഗ്യരാജ് എന്ന ഇതിഹാസ സംവിധായകന്റെയും നടന്റെയും വിയോഗം. ഭൗതികദേഹം വീട്ടിലെത്തിച്ചപ്പോൾ തടിച്ചുകൂടിയ മാധ്യമങ്ങളുടെ തിരക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളം പോലെയായിരുന്നു. അവിടെയാണ് നടി രാധിക ശരത് കുമാർ ഇടപെട്ടത്. ആംബുലൻസിൽ നിന്നിറങ്ങി വന്ന രാധിക കണ്ടത് ദുഃഖത്തിൽ തകർന്ന കുടുംബാംഗങ്ങളെ പോലും അടുത്തു കാണാൻ കഴിയാത്തത്ര തിരക്കുണ്ടാക്കുന്ന ക്യാമറ കണ്ണുകളെയാണ്. അപ്പോൾ അവർ ചെയ്തത് വിറയ്ക്കുന്ന കൈകൾ കൂപ്പുക മാത്രമായിരുന്നു. ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ്, ദയവായി TRPക്കായി ഓടരുത്. ഞങ്ങൾ സിനിമകളിലൂടെ നിങ്ങളെ രസിപ്പിക്കുന്നവരാണ്. ഈ കുടുംബത്തിന് അല്പം സ്വകാര്യത നൽകൂ. ഒരുപക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ കേൾക്കാൻ ഏറ്റവും ആഗ്രഹിക്കാത്തത്, എന്നാൽ കേൾക്കാൻ ഏറ്റവും അർഹതയുള്ള വാക്കുകളായിരുന്നു അത്. ഇതേ വേദന കേരളവും അനുഭവിച്ചതാണ്. മലയാളികളുടെ ചിരിയുടെ മരുന്നായിരുന്ന സലീം കുമാറിന്റെ വിയോഗം. ഓരോ വീട്ടിലും ഒരാൾ മരിച്ചതുപോലെയുള്ള വേദനയായിരുന്നു അത്. എന്നാൽ അപ്പോഴും ആ വീടിന്റെ വാതിൽപ്പടിയിൽ അസ്വസ്ഥതയുടെ കാവലായി ക്യാമറകൾ ഉണ്ടായിരുന്നു. മൃതദേഹത്തിന് അരികിൽ വിതുമ്പുന്ന അമ്മയുടെയും ബന്ധുക്കളുടെയും മുഖത്തേക്ക് സൂം ചെയ്ത ലെൻസുകൾ ചെന്ന് നിന്നപ്പോൾ സലീം കുമാറിന്റെ മകൻ ചന്തു നടത്തിയ പ്രതികരണം മലയാളികൾക്ക് മറക്കാനാവില്ല. അപ്പയുടെ വിയോഗത്തിൽ തകർന്നു നിൽക്കുമ്പോഴും അച്ഛന്റെ അവസാന യാത്രയിൽ ആദരവുണ്ടാകണമെന്ന് ആ മകൻ ആഗ്രഹിച്ചു. ദയവായി കുറച്ച് മാറി നിൽക്കൂ, ഞങ്ങൾക്കല്പം സ്വകാര്യത നൽകൂ എന്ന് പറയുമ്പോൾ അതിലുണ്ടായിരുന്നത് കേവലം അപേക്ഷയല്ല, മറിച്ച് മാധ്യമങ്ങൾ മറന്നുപോയ ഒരു വലിയ പാഠമായിരുന്നു. ഇവിടെ ഉയരുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്: വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നത് മാധ്യമങ്ങളുടെ കടമയാണ്. എന്നാൽ ആ കടമ നിർവഹിക്കുന്നതിനിടയിൽ നമ്മൾ അന്യരുടെ കണ്ണീർ ഒപ്പാൻ ശ്രമിക്കുന്നതാണോ, അതോ ആ കണ്ണീരിനെ വിൽക്കുന്നതാണോ? ഒരു മരണവീട് എന്നത് വാർത്താശേഖരണ കേന്ദ്രമല്ല, അതൊരു കുടുംബത്തിന്റെ അവസാനത്തെ കൂടിക്കാഴ്ച ഇടമാണ്. അവിടെ ക്യാമറകൾക്ക് പകരം വേണ്ടത് കുറച്ചുകൂടി കരുതലും സഹാനുഭൂതിയുമാണ്. TRPയിൽ മുന്നിലെത്താൻ എന്ത് ക്രൂരതയും കാണിക്കാമെന്ന ചിന്താഗതി തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു സെലിബ്രിറ്റിയുടെ മരണ വാർത്ത അറിയുമ്പോൾ ആ കുടുംബത്തെയും മനുഷ്യരായി കാണാനുള്ള മനസ്സ് മാധ്യമലോകം കാണിക്കണം. കൈകൂപ്പുന്ന രാധികയായാലും മാറി നിൽക്കാൻ അപേക്ഷിക്കുന്ന ചന്തുവായാലും അവർ നൽകുന്നത് ഒരു മുന്നറിയിപ്പാണ്. ഇനിയും നമ്മൾ ഈ അതിർവരമ്പുകൾ ലംഘിച്ചാൽ അന്ന് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് കേവലം സ്വകാര്യതയല്ല, മറിച്ച് മനുഷ്യത്വത്തെ തന്നെയാണ്. ക്യാമറയ്ക്കും റേറ്റിംഗിനും അപ്പുറം മനുഷ്യനുണ്ടെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. മരണവീടുകളിൽ മാധ്യമങ്ങൾ പടർത്തേണ്ടത് ക്യാമറ ഫ്ലാഷുകളല്ല, മറിച്ച് ആ കുടുംബം ആഗ്രഹിക്കുന്ന ആദരവും മൗനവുമാണ്.